Hi everyone, welcome you all to Commerce Lesson Plans with ARJ. In this video, you should be able to know about the management reporting and how to classify management reporting, what are the objectives of management reporting. Okay, let's start our class. Decision making is the essence of the management process. The management needs both quantitative and qualitative information, isn't it? For what? For making decisions. And for what? For managing the firm efficiently and successfully, right? So, the main duty of management accountant is to collect, analyze, and present the accounting informations in an appropriate form to suit the interest of the various interested groups in the organization. ആ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ആവാം, ഈവൻ ദ ഓണേഴ്സ് ഓർ മാനേജ്മെൻറ്റ് ആവാം, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ഇവാലുവേറ്റിംഗ് accounting information, for making the investment. So the management frequently need this information for planning and controlling the activity. So the term reporting conveys different meaning on different circumstances. A report, the committee is appointed to study a problem. So a problem is taken to mean the review of certain matters about the cause and effect analysis and offering suggestions to that problem. So always report എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു means of communication ആണ്, which may be in written or oral form. ആൻഡ് ഇത് മാനേജ്മെൻറ്റിൻ്റെ പർപ്പസസിന് വേണ്ടിയിട്ടാണ്. മാനേജ്മെൻറ്റിന് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോളിങ് ഇതെല്ലാം എടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സോ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹോൾഡ്സ് ദ കീ ടു ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെ നമുക്ക് എഫക്റ്റീവ് ടൂൾ ഫോർ സൗണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാൻ പറ്റുന്നു. ഈ വേർഡ് റിപ്പോർട്ട് ഡിറൈവ് ചെയ്ത് വന്നേക്കുന്നത് പോർട്ടാറെ നിന്നാണ്. പോർട്ടാറെ മീൻസ് പോർട്ടബിൾ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ? ടു ക്യാരി, അല്ലേ? പോർട്ടബിൾ, ക്യാരി. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പൊക്കെ പോർട്ടബിൾ ആണെന്ന് പറയും. അതുപോലെ തന്നെ പോർട്ടറെ നിന്നാണ് റിപ്പോർട്ട് എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡ് റിപ്പോർട്ട് 2 പാർട്സ് ആണ്, റീയും പോർട്ടും. റീ പറഞ്ഞാൽ എന്താ? ബാക്ക്വേർഡ്സ് അല്ലെങ്കിൽ എഗെയിൻ, അല്ലേ? പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു ക്യാരി. അപ്പോൾ കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ എന്താ? ഇറ്റ് വിൽ മീൻ ടു carry the information, അല്ലേ? carry the information again, report. I repeat, the word report is derived from the Latin word portare, which means to carry. Thus, report is a document which carries information. The word report is made up of 2 parts, namely re and port. Re പറഞ്ഞാൽ എന്താ? again or back. Port പറഞ്ഞാൽ എന്താ? means to carry. When we combine these 2 parts, then it will mean to carry the information again. Okay? So, management report means എന്താണ്? Management report refers to the formal communication from a lower level to the higher level in the hierarchy of an organization. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിനെ നമുക്കൊരു വെഹിക്കിളായിട്ട് പറയാം, to carry the information. So, what do you mean by management reporting? According to Johnson and Savage, a good business report is a communication that contains factual information organized and presented in clear, correct and coherent language. So, ഒരു ബിസിനസ് റിപ്പോർട്ട് അഥവാ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യാനുള്ളതാണ്. സോ എങ്ങനെയുള്ള ഇൻഫോർമേഷൻ ആയിരിക്കണം? ഫാക്ച്വൽ ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം, വെൽ പ്രസൻറ്റഡ് ആയിരിക്കണം, ക്ലിയർ, കറക്റ്റ് ആൻഡ് കൊഹറൻറ്റ് ലാംഗ്വേജിലായിരിക്കണം മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു പ്രസൻറ്റ് ഫാക്ട്സ് റിലേറ്റിംഗ് ടു പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, പെർഫോമൻസ് ആൻഡ് ജനറൽ സ്റ്റേറ്റ്സ് ഓഫ് ബിസിനസ്. സോ റിപ്പോർട്ട്സിനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ മൊത്തം ഓർഗനൈസേഷണൽ ബോഡി സിസ്റ്റം, നെർവസ് സിസ്റ്റമാണ് കമ്മ്യൂണിക്കേറ്റിംഗ് റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഫോർമൽ സിസ്റ്റം വെയർ ബൈ ദ റെലവൻ്റ് ആയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിലേക്ക് കണ്ടിന്യൂവസ്ലായിട്ട് എത്തിച്ചു കൊടുക്കുന്നു. മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് റെഫേഴ്സ് ടു ദ formal system whereby relevant required information is furnished to management by means of reports continuously. And in short, the process of supplying adequate information to the management is known as management reporting. So it is also നമുക്കൊരു പ്രോസസ്സായിട്ട് പറയാം. സപ്ലൈയിങ് അഡിക്വേറ്റ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻ്റ് ആണ് മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്നും പറയാം. സോ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പ്രസൻറ്റിംഗ് ദ ഇൻഫർമേഷൻ ടു ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഓൺ ടൈംലി ബേസിസ് ആണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു ഫെസിലിറ്റേറ്റ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിങ്. സോ വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ഈസ് എ വെഹിക്കിൾ ടു ക്യാരി എ ഇൻഫർമേഷൻ. A management report are instruments of communication which regarded as the nervous system of the organization. Then management reporting refers to the formal system, and management reporting is a system of presenting the information to the different levels of management on timely basis so as to facilitate planning, decision making and control. The process of supplying adequate information to the management is known as management reporting. So management reporting എല്ലാവർക്കും I think that you are very well clear about the meaning of management reporting, and you understood about the management reporting plays a crucial and vital role in the smooth flow of information from one organ of the organization to another. So now after meaning and definition of management reporting, we will go to the classification of kinds of report. Before that, നമ്മൾ റിപ്പോർട്ട്സ് നമ്പർ ഓഫ് വേസിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ആ നമ്പർ ഓഫ് വേസിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് റിപ്പോർട്ടിൻ്റെ മോഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവുക? റിട്ടൺ റിപ്പോർട്ടിംഗ് ഉണ്ടാവും അല്ലേ? റിട്ടൺ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിട്ടൺ ഇതായിരിക്കും, അതുപോലെ ഫോർമൽ ആയിരിക്കും അല്ലേ? വെൽ ടാബുലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? ദാറ്റ് ഈസ് ആക്ച്വൽ ഫിഗേഴ്സ് എഗെയിൻസ്റ്റ് ദ ബഡ്ജറ്റഡ് വൺ. ദെൻ കമ്പാരിറ്റീവ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. ദെൻ ടാബുലേറ്റഡ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ടാബുലേറ്റഡ് ഇൻഫർമേഷൻ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ അല്ലേ? ദെൻ സെയിൽസ് റിപ്പോർട്ട്, പ്രൊഡക്ഷൻ റിപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് ടാബുലേറ്റഡ് ഇൻഫർമേഷൻ ആണെന്ന് പറയാം. ദെൻ അക്കൗണ്ടിങ് റേഷ്യോസ് ആർ പ്രസൻറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ റേഷ്യോസ് നമുക്ക് കറണ്ട് റേഷ്യോ, എഫിഷ്യൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഇതൊക്കെ റേഷ്യോ ബേസിലുള്ള റിപ്പോർട്ടിംഗ് ആണെന്നും പറയാൻ പറ്റും. ദെൻ ഗ്രാഫിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ചാർട്ട് അല്ലേ? അതുപോലെ ഡയഗ്രാമിൻ്റെ ബേസിൽ, പിക്ചറിൻ്റെ ബേസിസിൽ. ദെൻ പൈ ഡയഗ്രാം അല്ലേ? ഇതൊക്കെ ഈ ഒരു പർപ്പസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ചാർട്ട്സ്, ഡയഗ്രാം, പിക്ചേഴ്സ്, പൈ ഡയഗ്രാം. ദിസ് മെത്തേഡ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ആൻഡ് ഈസി ഗ്രാസ്പ് ഓഫ് ദ information to those who look the information. Then oral reporting. Oral reporting may take in the form of group meetings, conference with the individuals. It is also important for managerial decision making. Of the three methods, the written reports ആണ് കുറച്ചും കൂടി മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ആണ് എന്ന് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക. ഓക്കെ, I think you are very well clear about the meaning, definition and objectives of reporting. Now we will go through the objectives of reporting. Objectives of reporting പ്രധാനമായിട്ട് lack of contact. എന്താണ് lack of contact എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Reporting is essential to make management familiar with the progress and details of operation. Management may not be in touch with all the activities of the business. So reporting is essential to make management familiar. മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സിന് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വിത്തൗട്ട് കോണ്ടാക്ട് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? റിപ്പോർട്ടിംഗ് ആണ്. ദെൻ പ്ലാനിങ് ആണ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അല്ലെങ്കിൽ പർപ്പസ് ആയിട്ട് പറയുന്നത്? പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡാറ്റാസും ഇൻഫർമേഷൻസും വേണ്ടി വരും അല്ലേ? ബിക്കോസ് നമുക്ക് ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്.
So on the basis of the past report, that is budget, ജനറൽ ബിസിനസ് കണ്ടീഷൻസ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്ത് എടുക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ നീഡ് ഫോർ കൺട്രോൾ. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് ദേ ക്യാൻ നോ അബൌട്ട് ദ ഡീവിയേഷൻ, അല്ലെ ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും തമ്മിലുള്ള ഡീവിയേഷൻസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ ഇറ്റ് ക്യാൻ ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ടു മിനിമൈസ് ദ unfavorable deviations. The next one, management by exception. Management by exception എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a principle of modern management. Management by exception simply means concentrating only those matters or areas which show poor performance. ഇപ്പോൾ മാനേജ്മെൻറ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മാനേജ്മെൻ്റ് ഒരു പ്രിൻസിപ്പിൾ, അതായത് ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ മാത്രം അല്ലെങ്കിൽ പുവർ പെർഫോമൻസ് ഉള്ള ഏരിയാസിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. സോ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനെ ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിളിനെ കൂടുതൽ അർത്ഥവത്താക്കുന്നതാണ് എന്ത്, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഓൾസോ യൂസ്ഡ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. റിപ്പോർട്ടിംഗ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു പ്ലേസ് ദ റൈറ്റ് പേഴ്സൺ ഇൻ റൈറ്റ് പ്ലേസ്, അല്ലേ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേഴ്സൺസ് ടു. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ കോർഡിനേറ്റിംഗ്. എങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ഫങ്ഷൻസിനൊക്കെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ്സിനെ കുറിച്ചിട്ടൊരു പിക്ചർ അവർക്ക് കിട്ടും. സോ ഇറ്റ് ഹെൽപ്സ് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ക്ലിയർ? സോ നൗ വി വിൽ മൂവ് ടു ദ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്. ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓർ കൈൻഡ്സ് ഓഫ് റിപ്പോർട്ട്. There are several ways of classifying the report, such as classification according to the purpose, classification according to the period അല്ലെങ്കിൽ duration, classification according to the function, classification according to the nature. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ പർപ്പസ് നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ വൈസ്. എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ റിപ്പോർട്ട്സ്. എന്താണ് എക്സ്റ്റേണൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് റിപ്പോർട്ട്സ് ആർ മെയിൻഡ് ഫോർ എക്സ്റ്റേണൽ പാർട്ടീസ് സച്ച് ആസ് ഗവൺമെൻറ്, ഷെയർ ഹോൾഡേഴ്സ്, ബാങ്കേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ബിക്കോസ് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഉണ്ടാവുമല്ലോ, സച്ച് ആസ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനീസ്. ഇതിൻ്റെയൊക്കെ കോപ്പീസ് ഇത് എവിടെയാണ് നമ്മൾ ഫയൽ ചെയ്യുക? വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനി, അല്ലേ. അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലൊക്കെ നമുക്കിത് ആവശ്യമാണ്. സോ ദിസ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്, എക്സ്റ്റേണൽ പാർട്ടീസിന് വേണ്ടിയിട്ട്, റെഗുലേറ്ററി ബോഡീസിനെല്ലാം വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ടാവും. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ഗവൺമെൻറ്, ഷെയർ ഹോൾഡേഴ്സ്, ബാങ്കേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ദെൻ അതിൻ്റെ തന്നെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, പർപ്പസ്ഫുൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് എന്ത്? ഇൻറ്റേർണൽ റിപ്പോർട്ട്. ഇത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ, സച്ച് ആസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ദീസ് ആർ നോട്ട് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ദെൻ റൂട്ടീൻ റിപ്പോർട്ട്സ്. റൂട്ടീൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ റിപ്പോർട്ടുകളാണ്. റൂട്ടീൻ മാറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന റെഗുലർ റിപ്പോർട്ടുകളാണ്. ദിസ് മേ ബി പ്രിപ്പയർഡ് ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി ആസ് വാറണ്ടഡ് ബൈ ദ സർക്കംസ്റ്റാൻസസ്. ആൻഡ് അത് പീരിയോഡിക്കൽ ഇൻ്റർവെൽസിന് ഫിക്സഡ് ഇൻ അഡ്വാൻസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡ് ഐഡിൽ ടൈം റിപ്പോർട്ട്, ഡയറക്റ്റ് ലേബർ റിപ്പോർട്ട്, പെർഫോമൻസ് റിപ്പോർട്ട്, ലേബർ എഫിഷ്യൻസി റിപ്പോർട്ട്. ഇതെല്ലാം നമുക്ക് റൂട്ടീൻ റിപ്പോർട്ടായിട്ട് പറയാം. അതായത് ദിസ് മേ ബി റൂട്ടീൻ റിപ്പോർട്ട്സ് പ്രിപ്പയർഡ് ഡെയിലി, വീക്ക്ലി, ഫോർട്ട്നൈറ്റ്ലി, മന്ത്ലി, ക്വാർട്ടർലി. ദെൻ എന്താ സ്പെഷ്യൽ റിപ്പോർട്ട്? പീരീഡ് വൈസ് നോക്കുമ്പോൾ സ്പെഷ്യൽ റിപ്പോർട്ട്സ് ആർ ദോസ് റിപ്പോർട്ട് വിച്ച് ആർ പ്രിപ്പയർഡ് ആൻഡ് സബ്മിറ്റഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റീവ് നേച്ചർ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്റ്റഡി, ഒരു സ്പെഷ്യൽ പ്രോബ്ലം ഉള്ളതായിരിക്കും. എക്സാമ്പിൾസ് ഓഫ് ആ റിപ്പോർട്ട്, സ്പെഷ്യൽ റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സസീവ് സ്പോയിലേജിന് എതിരെ, അല്ലെങ്കിൽ ലേബർ ഡിസ്പ്യൂട്ടിനെതിരെ, ദെൻ ബൈയിങ് പ്രോബ്ലംസിനെതിരെ, അല്ലെങ്കിൽ പ്രൈസിങ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുന്നു? സ്പെഷ്യൽ റിപ്പോർട്ട് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ മാനേജ്മെൻറ്റ് നമ്മളത് തയ്യാറാക്കി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള റിപ്പോർട്ടാണ് എന്ത്? സ്പെഷ്യൽ റിപ്പോർട്ട്. സോ അക്കോർഡിംഗ് ടു പർപ്പസ്, എക്സ്റ്റേണൽ റിപ്പോർട്ട് ആൻഡ് ഇൻറ്റേർണൽ റിപ്പോർട്ട്, ആൻഡ് അക്കോർഡിംഗ് ടു പീരീഡ്, റൂട്ടീൻ റിപ്പോർട്ട് ആൻഡ് സ്പെഷ്യൽ റിപ്പോർട്ട്. റൂട്ടീൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിലേറ്റ്സ് ടു റൂട്ടീൻ ആക്ടിവിറ്റി. സ്പെഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്പെഷ്യൽ മാനേജീരിയൽ പ്രോബ്ലംസ് ആണ്. And the next classification is operating report and financial report. It is according to function.
Operating report എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this provides information about the operation of the company at different functional levels. Operating report may be of three types: control report, information report, or venture measurement report. Control report എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? These reports helps in controlling different activities of the organization. These reports are designed to measure the actual performance with the standard or budgeted. Then information report എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. ഇത് രണ്ട് തരത്തിലുള്ളതാവാം. ട്രെൻഡ് റിപ്പോർട്ടും ആവാം, അനലറ്റിക്കൽ റിപ്പോർട്ടും ആവാം. ട്രെൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കമ്പാരിറ്റീവ് ഫോർ പീരീഡ് ഓഫ് ടൈം. ഓൺ ദ അതർ ഹാൻഡ് അനലറ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇൻഫർമേഷൻസ് ക്ലാസിഫൈഡ് മാനറിലായിരിക്കും. സോ ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആൻഡ് ഫോർമുലേഷൻ പോളിസീസ് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ട്രെൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ് നേച്ചറിലുള്ളതാണ്. അനലിറ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോസ് ആൻഡ് എഫക്റ്റ് അനാലിസിസ് മാനറിലുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. So these reports contain information about the financial position of the business. അത് രണ്ട് പൊസിഷൻ ടൈപ്പാണ്, സ്റ്റാറ്റിക് റിപ്പോർട്ടും ഡൈനാമിക് റിപ്പോർട്ടും. സ്റ്റാറ്റിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ, പെർട്ടിക്കുലർ ഡേറ്റ്, ഫോർ എക്സാമ്പിൾ ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് സ്റ്റേറ്റിക് റിപ്പോർട്ടാണെന്ന് പറയാം. ഡൈനാമിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൂവ്മെൻറ്റ് ഓഫ് ഫണ്ടിനെ കുറിച്ച് സ്പെസിഫൈഡ് പീരീഡിൽ ഉണ്ടാക്കുന്നതാണ്. സച്ച് ആസ് ഫണ്ട് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഡൈനാമിക് റിപ്പോർട്ടാണെന്ന് പറയാം. സോ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഇൻ ടേംസ് ഓഫ് നേച്ചറിൽ നമുക്ക് എൻ്റർപ്രൈസ് റിപ്പോർട്ടൊന്നും കൺട്രോൾ റിപ്പോർട്ടൊന്നും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊന്നും ക്ലാസിഫൈ ചെയ്യാം. ഇനി എന്താണ് എൻ്റർപ്രൈസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദീസ് ആർ മെയിൻലി ഫിനാൻഷ്യൽ റിപ്പോർട്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ടാക്സ് റിട്ടേൺസ്, എംപ്ലോയ്മെൻറ്റ് റിട്ടേൺസ്, ഇതെല്ലാം നമുക്ക് എൻ്റർപ്രൈസ് റിപ്പോർട്ട് എന്ന് പറയാം. ദെൻ കൺട്രോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് വ്യൂ ഓഫ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി. ഇറ്റ് വിൽ പ്രിപ്പയർഡ് വീക്ക്ലി, മന്ത്ലി ഓർ ഇയർലി നമ്മൾ ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വ്യൂ കൊടുക്കുന്ന റിപ്പോർട്ടാണ് എന്ത്? കൺട്രോൾ റിപ്പോർട്ട്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സ്പെഷ്യൽ സ്റ്റഡീസാണ്. ദ നീഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് issued being highlighted in the control report. So investigation report shows the cause and remedies relating to the issue highlighted. So management reporting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the classification according to purpose, according to period, according to function and according to nature. According to purpose, the reports are external report and internal report. Then routine, according to period, routine report and special report. And according to function, operating report and financial report. And according to nature, enterprise report such as balance sheet, operating statements, tax returns are some of the examples of enterprise report. Control report, these are routine reports, is furnished a detailed view of operating activity. An investigation report, it for cause and remedies relating to the issues. It's an assignment for you. So after, I think you are very well clear about the management reporting. So after hearing the class, it's an assignment for you. What do you mean by management reporting? And the second question, how do you classify management reporting? Okay. So it is frequently asked in your university examinations. Then thank you all and have a nice day.